ഇപ്പോഴേ ചൂട് കാലമാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ചൂട് കൂടി വരുവാണ്. അപ്പോൾ ചൂട് കാലത്ത് ചെയ്യാൻ പറ്റിയ നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ആദ്യത്തെ ടിപ്പ്, ഇതുപോലൊരു തെർമോക്കോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ മിക്കവാറും തപ്പി നടക്കുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി പിൻ. ഇതുപോലൊരു തെർമോക്കോൾ ഉണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി പിൻ അതിൽ കുത്തിവെക്കാവുന്നതാണ്. സേഫ്റ്റി പിൻ മാത്രമല്ല, നമുക്ക് സൂചിയൊക്കെ വേണമെങ്കിൽ ഇതിൽ കുത്തിവെക്കാവുന്നതാണ്. എന്നിട്ട് ഒരു ട്രേക്കകത്ത് ഇട്ട് വെച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അത് അവിടെ ഒതുങ്ങിയിരുന്നോളൂ. ഈ ടിപ്പ് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത രണ്ടാമത്തേത്, അതിന് വേണ്ടിയിട്ട് റവയാണ് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് റവ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പാക്കറ്റിൽ റോസ്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വന്ന റവയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റവ എടുത്തു. അത് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. ഇപ്പം പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാവുന്നതാണ്. ഇപ്പം റവ ആയതുകൊണ്ടാണ് മധുരം കുറച്ചാൽ അതിൻ്റെ മധുരം കുറഞ്ഞിരിക്കുക. അതുകൊണ്ട് ആണ് 1 കപ്പ് തന്നെ എടുത്തത്. പിന്നെ അതിലേക്ക് 1 കപ്പ് പാൽ, 1.25 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലൂടെ ഒഴിച്ച് എടുത്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ രീതിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ബാറ്റർ നമുക്കൊരു 15 തൊട്ട് 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് കുറുകി ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് എന്താ ചേർത്ത് കൊടുക്കുന്നത് നോക്കാം. ഇനി നമുക്ക് വേണ്ടിയത് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/4 കപ്പ് ഉണ്ട്. അത് ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഒന്ന് ലോ സ്പീഡിലൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലിന് വരെ നമുക്ക് ബട്ടർ ആണെങ്കിലും ഗീ ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. പിന്നീട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് വാനില എസൻസ്. ഇനി നമുക്കൊന്ന് ലോ സ്പീഡിലൊന്ന് കറക്കി എടുക്കാമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാറ്റർ ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടാണ് എല്ലാം ചെയ്തെടുത്തത്. വേറൊരു പാത്രത്തിലോട്ട് എടുത്തില്ല. അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് പിന്നെ നമ്മൾ രണ്ടാമതും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെയും അത് അടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടെല്ലാം ചെയ്തെടുത്തത്. പിന്നെയും വേറെ പാത്രം എടുക്കണ്ടല്ലോ. 1 കപ്പ് ചോക്ലേറ്റ് ആണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മൈദ പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് സ്പൂൺ കൊണ്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുന്നേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ട്രേയിലോട്ട് നമ്മുടെ ബാറ്ററി ഇട്ട് കൊടുക്കാം. ട്രേയിൽ ശകലം ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ആ ചോക്ലേറ്റ് കോട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കിയുള്ള ആ മൈദപ്പൊടിയാണ് ആ ട്രേയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലോട്ടാണ് നമ്മുടെ ബാറ്ററി ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടി ഇടുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഓവൻ്റെ ടെമ്പറേച്ചറൊക്കെ കൂടി പോകും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് ഒരു കോട്ടിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അപ്പോൾ ആ കേക്കിൻ്റെ സൈഡൊന്നും അധികം കരിഞ്ഞൊന്നും പോകത്തില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ എല്ലാം ബാറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ലെവലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രേ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ശകലം ഒന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. കുത്തി ഇളക്കും ഒന്നും ചെയ്യരുത്. വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് ട്രേ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രി സെൽഷ്യസ് ഒരു 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. നമുക്കിത് ഓവനില്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണേലും 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രം നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ട് വേണം ഇത് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ബേക്കിംഗ് കംപ്ലീറ്റ് ആയോ ഇല്ലെന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തിയാൽ മതി. ടൂത്ത് പിക്കയിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അത് ഇപ്പോൾ ഇവിടെ ഇത് ഓക്കെയാണ്. ഇനി ഇത് തണുക്കാനായിട്ട് വെച്ചിട്ടാണ് മുറിക്കുന്നത്.
നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്തുകൂടെ കാണിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. മുട്ടയും ബട്ടറും ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പിന്നെ ഈസി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തന്നെയാണ് ഇത്. നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, ഇപ്പോൾ സമയത്ത് ഓരോ ദിവസം കഴിയുന്തോറും ചൂട് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ കർട്ടനൊക്കെ പകൽ സമയത്ത് അത് കവർ ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ വെളിയിൽ നിന്നുള്ള ചൂട് അകത്തോട്ട് കയറുന്ന ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ വിൻഡോയിൽ കർട്ടനൊന്നും ഇടാൻ പറ്റാത്ത വിൻഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴും ആ വെളിയിൽ നിന്നുള്ള ചൂട് അകത്തോട്ട് കയറുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കർട്ടനൊക്കെ ഇട്ട് കവർ ചെയ്യുന്ന സമയത്ത് റൂമിനകത്ത് നല്ലൊരു കൂളിംഗ് ആയിരിക്കും കിട്ടുന്നത്. ഉച്ച സമയത്തൊക്കെ നമ്മൾ വെളിയിൽ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ കർട്ടനൊക്കെ വലിച്ചിടണം. അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മുടെ റൂമിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തന്നെ കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫാനൊക്കെ ഇടുന്നതാണേലും കഴിവതും കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ ആണെങ്കിലും നമുക്ക് കറണ്ട് ചാർജ് ആണെങ്കിലും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത നാലാമത്തേത്, ഇപ്പോൾ ഇതുപോലുള്ള പാത്രം നമുക്ക് കിട്ടാറുണ്ട്. ഫുഡൊക്കെ പാഴ്സൽ മേടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാറുണ്ട്. അത് നമ്മൾ സാറിന് എടുത്ത് കളയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപയോഗമുണ്ട്. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനി ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഐസ് കട്ടയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഫ്രീസറിൽ എടുത്ത് വെച്ച് ഇപ്പോൾ നന്നായിട്ട് നല്ല ഐസ് കട്ടയാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് തലേന്ന് രാത്രി എടുത്ത് വെച്ച് ഇത് രാവിലെയാണ് ഇതിപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ അടപ്പൊന്ന് തുറക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അത് ഐസ് കട്ടയായി കിട്ടിയിട്ടുണ്ട്. ആ പാത്രത്തിൽ നിന്ന് ആ ഐസ് കട്ട നിന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ മൺചട്ടിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ മൺചട്ടിയിലോട്ട് നിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിലോട്ട് എടുത്ത് വെച്ചിട്ട് ആ മൺചട്ടി ആണെങ്കിൽ ഒരു ട്രേയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ട്രേയിലോട്ട് ശകലം വെള്ളമോടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നമുക്കിത് കൊണ്ട് വെക്കാം. അങ്ങനെ നമുക്ക് റൂമൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ റൂമിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ഫാനൂടെ ഇടണം. അപ്പോൾ ആ ഫാനൂടെ ഇടുമ്പോൾ നല്ലതായിട്ടൊരു എയർ സർക്കുലേഷൻ നടന്നിട്ട് ആ റൂം മൊത്തം നന്നായിട്ട് തണുക്കുന്നതാണ്. അപ്പോൾ ചെറിയ രീതിയിലൊന്നും ഐസ് കട്ട വെച്ചാൽ പോരാ, കുറച്ച് എയറായിട്ടുള്ള ഐസ് കട്ട വെക്കണം. കുറച്ച് ഉപ്പ് അതിലൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് റൂമിലാണോ ഇത് വെക്കേണ്ടി, എന്നിട്ട് ആ റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ഇത് കൊണ്ട് വെക്കാവുന്നതാണ്. അപ്പോൾ വെക്കുന്ന സമയത്ത് അടിയിലൊരു തുണി വിരിച്ചിട്ടിട്ട് വേണം ഇത് വെക്കാൻ. വെള്ളം അഥവാ വെള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും ആ തുണിയിൽ പിടിച്ചിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഐസ് കട്ടയാണല്ലോ വെക്കുന്നത്. അത് മെൽറ്റ് ആകുമ്പോൾ ഉള്ള വെള്ളമൊക്കെ വെള്ളിലോട്ട് ഒലിച്ചിറങ്ങുമല്ലോ. അപ്പോൾ അതൊക്കെ ആ തുണിയിലോട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചേറെ ഐസ് കട്ട വേണം നമ്മൾ വെക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫാൻ ഇടണം. അങ്ങനെ ഫാൻ ഇടുന്ന സമയത്ത് നല്ലൊരു എയർ സർക്കുലേഷനാണ് ഉണ്ടാകുന്നത്. ഇനി വേറെ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ തെർമോക്കോളിൻ്റെ പാത്രങ്ങൾ കിട്ടുമല്ലോ. ആ പാത്രത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് ഫ്രീസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫ്രീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ഇളക്കിയിട്ടത്. ഇപ്പോൾ ആ ഇളക്കിയത് അതിലോട്ട് തന്നെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇളക്കിയതാണ്. അതിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് ആ ട്രെയിലോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫാൻ ഇടാം. അങ്ങനെ ഫാൻ ഇടുന്ന സമയത്ത് നല്ലൊരു കൂളായിട്ടുള്ള നല്ലൊരു എയർ സർക്കുലേഷനാണ് റൂമിനകത്ത് മൊത്തം കിട്ടുന്നത്. അതുമല്ല ഇപ്പോൾ ഇതുപോലുള്ള ഇതിനകത്ത് നമ്മൾ ഐസ് കട്ട വെക്കുന്ന സമയത്ത് അത് പെട്ടെന്നൊന്നും മെൽറ്റായി പോവുകയും ചെയ്യത്തില്ല. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഇപ്പോൾ വൈകിട്ട് ഇടുവാണെങ്കിൽ രാവിലെ വരെ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് കവറൊക്കെ ഉണ്ടെങ്കിൽ കവറിനകത്തും വെള്ളമാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഐസ് കട്ട ആക്കിയിട്ട് ഈ രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുവച്ചിട്ട് നമുക്ക് റൂമിനകത്ത് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് റൂമൊക്കെ തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഇനിഷ്യൽ മാത്രം നമുക്ക് ഫാൻ ഇട്ടാൽ മതി. പിന്നെ റൂം മൊത്തം നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആക്കി പിന്നെ നമുക്ക് ഫാൻ ഓഫ് ആക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് കറണ്ട് ചാർജൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഈ രീതിയിൽ റൂം തണുപ്പിക്കാൻ മാത്രമല്ല കറണ്ട് ചാർജ് അഥവാ ഇത് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് സേവ് ചെയ്യാനും പറ്റും.
2 ട്രേയിൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ രണ്ടാമത്തെ ട്രേയിലുള്ള വെള്ളം ഐസായതാണ് എടുത്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതുകൊണ്ടാണ് എടുത്ത് വെക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് റൂമൊക്കെ തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ AC ഇല്ലെങ്കിൽ എന്താ, നമുക്ക് ഈ രീതിയിൽ നമുക്ക് റൂമൊക്കെ നല്ല രീതിയിൽ തന്നെ AC ഉള്ള പോലെ തന്നെ നമുക്ക് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാനും മറന്നു പോകരുത്. ടിപ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് പറയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.